ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. ഒറ്റപ്പാലത്ത് ലഹരി വേട്ടയിൽ പോലീസ് ഒളിച്ചു കളിക്കുന്നതായി നഗരസഭാ കൗൺസിലർ PMA ജലീലിന്റെ രൂക്ഷ വിമർശനം. ഓപ്പറേഷൻ തൂഫാൻ അട്ടിമറിക്കപ്പെടുന്നതായും ആരോപണം. സംസ്ഥാനത്താകെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് മുന്നേറുമ്പോഴാണ് ഒറ്റപ്പാലം പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി ജനപ്രതിനിധി തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റിടങ്ങളിൽ ലഹരി വിൽപ്പനക്കാരെയും വിതരണക്കാരെയും പിടികൂടാൻ പോലീസ് കാട്ടുന്ന ആവേശം ഒറ്റപ്പാലത്ത് കാണാനില്ലെന്നാണ് നഗരസഭാ കൗൺസിലർ PMA ജലീൽ ആരോപിക്കുന്നത്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും ഈ മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം നടക്കുന്ന ഒരു ഭാഗമാണ്. ഒറ്റപ്പാലം പോലീസിൻ്റെ പരിധി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ സംസ്ഥാനത്ത് തന്നെ ഇത്ര വലിയ പരിധിയുള്ള പോലീസ് സ്റ്റേഷൻ വളരെ വിരളമാണ്. എന്നിട്ട് പോലും ഒറ്റപ്പാലത്ത് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കേസെടുത്ത എണ്ണം എന്ന് പറയുന്നത് കേവലം 5 ആളുകൾ മാത്രമാണ്. ഒരു ദിവസത്തിൽ പോലും എടുക്കേണ്ട എണ്ണമാണ് 5 എണ്ണം. അത്രയേറെ കേസുകളുള്ള, അത്രയേറെ ഇതുമായി ബന്ധപ്പെട്ട മാഫിയകളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഒറ്റപ്പാലത്ത് ബോധിക്കുന്നുണ്ട്. ഈ വിദ്യാലയങ്ങളുടെ സമീപമാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളാണെങ്കിലും ഇത്തരം ആളുകൾ വളരെ കൂടുതലുള്ള പ്രദേശമാണ് ഒറ്റപ്പാലം. ഇതിൽ പോലീസ് കൃത്യമായി ഇടപെടണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോലീസ് കൃത്യമായി ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധർക്ക് പരസ്യമായി സ്വൈര്യവിഹാരം നടത്താൻ അവസരമൊരുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികളും നാട്ടുകാരും കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടും നടപടിയെടുക്കാൻ മടിക്കുന്ന പോലീസിന്റെ ഒളിച്ചുകളി ദുരൂഹമാണ്. വരും തലമുറയെ മാരക ലഹരിയിലേക്ക് തള്ളിവിടുന്ന മാഫിയ സംഘങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒറ്റപ്പാലം പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടണമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് CCV.